ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് എയർപോർട്ടിലേക്ക് പോകണം. അതാണ് മെയിൻ പരിപാടി. എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ നല്ല സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം അത്ര എക്സൈറ്റഡ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ചെറുതായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 4:45 ആകുമ്പോഴത്തേനുമാണ് പോകേണ്ടത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഹെയറൊക്കെ ഒന്ന് ഇപ്പോൾ ഒരു 3 മണിയായപ്പോഴാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ ഹെയറൊക്കെ ജസ്റ്റ് സ്ട്രൈറ്റൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ പരിപാടി മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ ഡ്രസ്സ് മാറണം, അങ്ങനെ ചെറിയ ചെറിയ പരിപാടി. കറക്റ്റ് 4:45 ആകുമ്പോഴത്തേനും എനിക്കൊന്ന് ഇറങ്ങണം. എന്നാലാണ് ഞാനൊരു 5 സംതിങ് ആകുമ്പോഴത്തേനും അവിടെ എത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് ഫേസിലേക്ക് കിടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് പോർച്ച്. ഇതിലെൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ചിലതൊക്കെ അവിടെ ഇരിക്കുള്ളൂ, ചിലതൊക്കെ ഉണ്ടാവും. എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് റെഡിയാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസറിൽ നിന്ന് തുടങ്ങാം. ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പക്ഷേ അടിപൊളി മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. നല്ല സെറ്റാണ്. ഇതിപ്പോൾ വൈകിട്ട് 4 മണിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു സൺസ്ക്രീൻ ഇടണമെന്നുണ്ട്. എന്തായാലും വഴിക്ക് പോകണമല്ലോ, സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ഫിനിഷാണ്, നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാക്കുന്നത് സെറ്റാണ് സംഭവം. ഇനി നെക്സ്റ്റ് നമുക്കൊരു സൺസ്ക്രീൻ ഇടാം. 3 ഫിംഗർ റൂളും ഞാനെപ്പോഴും 2 ഫിംഗർ റൂളാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അത്ര സൺസ്ക്രീൻ ലാഭിക്കാം. സത്യം പറഞ്ഞാൽ ലാഭിക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്തോട്ടോണമെന്നൊക്കെയാണ്. പക്ഷേ ഞാൻ മാക്സിമം ലാഭിക്കാൻ നോക്കും. സൺസ്ക്രീനൊക്കെ കൊടുത്തിട്ട പൈസ സൺസ്ക്രീനൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഇതുപോലെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ 2 കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകാനായിട്ട്. ഒന്നുകിൽ നമുക്ക് എവിടെയും പോകാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ട് വരാം. ഇത് 2 കാര്യങ്ങളാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഞാനൊരു 10 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. 10 മാസമായി ആൾ പോയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ വരും. അപ്പോൾ ആരാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നറിയാമെന്നവർക്ക് അറിയാൻ പറ്റും. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. എൻ്റെ ബോയ് ഫ്രണ്ട് ഓർ ഫിനാൻസി എന്നായിട്ട് എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച് വെച്ചേക്കുന്ന ആൾ, അങ്ങനെയൊക്കെ പറയാം. അതായത് ചിച്ച് വരുന്നതാണ്. നമുക്കിനിയിപ്പോൾ ഒന്ന് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ അങ്ങനെ അധികം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. മാക്സിമം ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ എന്നാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടിട്ട് ഒന്ന് നമുക്ക് ഇട്ടിട്ട് എടുക്കാം. നമുക്ക് കണ്ണെഴുതണം, ഐബ്രോ വെക്കണം. ഇപ്പോൾ തന്നെ ഒരു ടൈം വൈകി. വേഗം ചെയ്തില്ലെങ്കിൽ ശോകമാവും. ജസ്റ്റ് ഒന്ന് ഐബ്രോ വരച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒരുങ്ങിയിട്ട് നടക്കണം. നമ്മളൊരാളെ കാണാൻ വേണ്ടി പോകണല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ചെറുതായിട്ടും ഫില്ല് ചെയ്യണം. ഒന്നാമത്തെ കാര്യം കാർഡാണ് എൻ്റെ ഐബ്രോസ്. ഒന്നും അങ്ങനെ ചെയ്ത് കൊടുക്കാം. ബിക്കോസ് എനിക്കൊരു കല്യാണം, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ത്രെഡൊന്നും ചെയ്തിട്ടില്ല. കാരണം 2 ദിവസം കഴിയുമ്പോഴാണ് കല്യാണം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പോയി ത്രെഡ് ചെയ്തതിനപ്പോൾ വളർന്ന് ശോകമായതെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാം, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊന്ന് ഇതിടണം, എന്താണ് ഐലൈനർ ഇടണം. എനിക്ക് ഇതിൽ നോക്കിയിട്ടേനാൽ പ്രോപ്പറായിട്ട് ശരിയാവില്ല. എന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ എനിക്കൊന്നും തെറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പോയിട്ട് കണ്ണാടി പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതാണ് അവളെനിക്ക് എന്ത് കൊണ്ടുവരാൻ വന്നതാണ്, ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതും തിന്നിട്ട് കൈകൂടി കഴിയിട്ടില്ല. കുറച്ച് സിൻസിയറിറ്റി ആരും കാണാണ്ട് പോയത്. കൈ കഴിയാ, നീ ഒന്ന് തുറന്നു തന്നെ. യൂട്യൂബ് ചാനൽ എന്തുവാടി ഇവിടെ എന്നെ വളരെ സമ്മതിക്കൂല ഗൈസ്. ഇവിടെ എന്നെ മുളയിലെന്നുള്ള ഇങ്ങനെ താട്ടി വേഗം എടിപ്പെണ്ണ 2 എണ്ണം ഉള്ളത് ഗൈസ്. അപ്പം നമുക്ക് ഇത് കിട്ടണത് മസ്കാര യൂസ് ചെയ്യാം. ഇതൊന്നും എനിക്ക് ഇങ്ങനെ നോക്കി ഇട്ടാൽ ശരിയാവില്ല. എന്നാലും ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിങ്ങനെ ശരി. സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്കിന് മുന്നേ ചെറുതായിട്ടൊന്ന് എയർപോർട്ടിൽ പോകുന്നു.
അവളെ ചോദ്യം കേട്ടതൊന്നും അവൾ ഇപ്പൊ അറിയണുള്ളൂന്ന്. ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതന്നെ പറഞ്ഞു നടക്കണേന്നുള്ളു പറയാ. 9-ാം തീയതി ഫസ്റ്റ് ഞങ്ങൾ 10-ാം തീയതി ആയിരുന്നു. അല്ല അവൻ 10-ാം തീയതിയാണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് 9-ക്ക് മാറ്റി. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നത് അയ്യോ ലിബാൻ പറ്റാൻ മമ്മി ആ 10 നേരത്തെ പറ്റില്ല. ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇനിയുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലിപ്സ്റ്റിക് ഇടും എന്നുള്ളതാണ്. ഒരു മണിക്കൂറത്തൊരു കൺഫ്യൂഷനാണ് എനിക്ക്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇടാം. ഇത് മെബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ ഉള്ള ലിപ്സ്റ്റിക്കാണ്. ഫ്രണ്ട് ഇവിടെ എത്താറായിട്ടുണ്ട്. ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞാണ് നേരത്തെ ഒരുങ്ങി കാണുമ്പോഴത്തേനാണ് എന്നെ തെറി വിളിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നോട് 3 മണിക്ക് 2 മണിക്ക് റെഡി ആയിട്ട് നിൽക്കണം, അല്ല റെഡി ആവാൻ തുടങ്ങണം എന്ന് പറഞ്ഞാണ്. എൻ്റെ റെഡി ആവുക ലാൻഡിങ് 5:45 ഇവിടെ എത്തും. ഇവിടെ 4:45 നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര മണിക്ക് നമ്മളവിടെ എത്തും? അല്ല അവനവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഈ തിണ്ടി വന്നു. അന്തനായിരിക്കുന്നു. അപ്പം ഞങ്ങളിന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവനെ വിളിച്ചിട്ട് വേണം. കുറേ പരിപാടീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 5:45 ആകുമ്പോഴത്തേനും അവനവിടെ എത്തും. അപ്പോൾ അവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരാളോട് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ നമുക്ക് ക്യാമറയിൽ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ കാണിക്കാത്തത്. അതിനുള്ളിൽ കൂടെ നമുക്ക് പോകുമ്പോഴെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവനെങ്ങനെ നേരത്തെ എത്തുമോ എന്നുള്ളത്. കാരണം ഇതുപോലെ തന്നെയായിരുന്നു കയ്യിന് വട്ടും. നമ്മൾ പയ്യെ ആടിപ്പടിയൊക്കെ പോയപ്പോഴേക്കും പുള്ളി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണ നല്ല പ്രിപ്പയർഡായിട്ട് ഞങ്ങൾ പോയത് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. വിശന്നിട്ട് പാടില്ല, വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവനവിടെ എത്തിയിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വന്നിട്ട് ബാക്കി നോക്കാം. താങ്ക് യു. കയ്യച്ചോ ഗൈസ്. അപ്പോൾ വിശന്നിട്ട് നമ്മളത് കട്ട്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ട്ലേറ്റിന് 30 രൂപ ഗൈസ്. ഇത് കത്തിയാണ് ഇവിടെ. എന്നൊക്കെ പറയണം. കുറച്ച് ആൾക്കാരൊക്കെ അറിയട്ടെ എന്ത് കത്തിയാണ്. എയർപോർട്ടിനാണെന്ന് കട്ട്ലേറ്റ് അടിച്ചാൽ 30 രൂപ കട്ട്ലേറ്റ്. ഓ സീൻ തന്നെ. നല്ലത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അവനെ പോയി കൂട്ടിക്കൊണ്ടും വരാം. അപ്പോൾ അതൊരു 30 രൂപ കട്ട്ലേറ്റ് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവനെ കോള് വന്നിട്ടുണ്ടായിരുന്നു. പയ്യെ വന്നാൽ മതി, അവരെ ലഗേജ് കിട്ടാൻ നല്ല താമസം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇവനെ കൂട്ടാൻ വേണ്ടി വരുന്നത് തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, കൂട്ടാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോഴേക്കുള്ളൂ ഇടിയെന്ന് ലോളി. ഞങ്ങൾക്കായിരുന്നെങ്കിൽ അവനൊന്ന് വന്നിട്ട് വേഗം ഒന്ന് കണ്ടാൽ മതി എന്നൊരു ഫീലാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്നത്. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ അത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ പിക്ക് ചെയ്യാം. സൂപ്പർ എക്സൈറ്റഡ് അല്ലേ സഫാനെ? പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. പക്ഷേ ഗൈസ് ഈ പറഞ്ഞ പോലെ ഒന്നല്ല അവിടെ നടന്നേച്ചു. നല്ല ടൈം എടുത്താൽ അവൻ വരാനായിട്ട്. ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറേ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചറൊക്കെ ചെയ്യാൻ പറ്റി. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അതുപോലെ നമുക്കും ഇതുപോലെ ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടായി. അവൻ വന്നപ്പോഴേക്കും നല്ലൊരു ടൈം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 1.5 മണിക്കൂറോടെ കട്ട പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒന്ന് ഒബ്രമാളിലേക്ക് പോയി. നാട്ടിലേക്ക് വന്നേക്ക് മുന്നേ തന്നെ ഒരു ഷോപ്പ് അവൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഹൈ ട്രെൻഡ്സ് ഗൈസ്. ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നത് ഗൈസ്. അയ്യാ ഗൈസ് നമ്മൾ കടയിലെത്തി.
കെയറിങ് കേട്ടായില്ലല്ലോ. അപ്പൊ എമ്പുരാനൊക്കെ പറഞ്ഞു സീൻ തന്നെ. തപ്പിയെടുക്ക്. ഹായ് ടോം ആൻഡ് ജെറി. ഹായ് ടോം ആൻഡ് ജെറി. അവനെന്തോ ടോയ് വാങ്ങാൻ വേണ്ടി വന്നു. ഫൈനലി ഒരുപാട് നേരം തപ്പിയാണ് നമുക്ക് 2-3 സാധനങ്ങൾ കിട്ടിയത്. നമ്മൾ താത്താമാരുടെ കൊച്ചിനൊക്കെ വേണ്ടി മേടിച്ച കുറച്ച് ഐറ്റംസ് ആയിരുന്നു അത്. അങ്ങനെ ഇത് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പറപ്പിളിൽ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട സാധനം അവിടെ നിന്നും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ വെറുതെ ഒന്ന് ട്രെൻഡ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രസ്സൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ മേടിച്ച സാധനങ്ങളായിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോയി. ഇനി പോണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ചേച്ചിൻ്റെ ഉമ്മാല, അതായത് പാത്തിന് നമ്മൾ ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ മാറി നിന്നിട്ട് നമ്മൾ പാത്തിൻ്റെ മൂത്തുമ്മയുടെ വീട്ടിലൊക്കെ വിളിച്ച് വരുത്തി ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണേണ്. അപ്പോൾ പാത്തിയാണെങ്കിൽ ഫസ്റ്റ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം വിളിച്ച് ലാസ്റ്റ് വന്നു. പുള്ളിക്കാരിയുടെ നാളെയാണ് ചെച്ചു വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇന്ന് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുമായിരുന്നു. ഒരുപാട് നേരം നമ്മളിങ്ങനെ വിളിച്ചിട്ടൊന്നും പാത്തി പുള്ളിക്ക് കയറുന്നുണ്ടായില്ല. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണായിരുന്നു മൂത്തുമ്മടത്ത് വിളിക്കുന്നു. ലാസ്റ്റ് കുറേ നേരം വിളിച്ചിട്ടാണ് പാത്തി ഒന്ന് അകത്തോട്ട് കയറി വന്നത്. അപ്പോഴേക്കും മൂത്താപ്പൊക്കെ അവിടെ സെറ്റായിട്ട് നിൽക്കണേണ്. ഇതുപോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു സംശയമില്ലാണ്ട്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളെ സർപ്രൈസ് അങ്ങോട്ട് പൊട്ടിച്ചു. ഇതാറും നമ്മൾ ഉദ്ദേശിച്ച കുഞ്ഞൊരു സർപ്രൈസ് നമ്മൾ വിചാരിച്ച പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.